Hi, hello, welcome to the business discussion series. It's my first time coming live for a business discussion. So let me introduce myself first. I am Vinita. I'm a mom and a project estimator and also a digital business owner. I'm doing this business for past 2 years. So that's all about me. So today I have a very special guest, very special person. She's a proud mom, accountant, who is living in beautiful Montreal, Canada for past 25 years. സോ മഞ്ജുനെ കുറിച്ച് പറയുവാണെങ്കിൽ ഷീസ് വെരി ബബ്ലി, ഒരു ഹാപ്പി സോളാണ്, ഭയങ്കര എനർജറ്റിക് ആണ്, നമ്മുടെ പ്രൊവാക്റ്റീവ് ടീം മെമ്പറാണ്. സോ Wow. വെൽക്കം മഞ്ജു, ലെറ്റ്സ് ഹിയർ ഫ്രം യു. സോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? Hi, Vinita. I'm so proud and excited to hear that. And thank you so much for inviting me to your page. Okay, so yeah, I'm Anis Manju, like Vinita പറഞ്ഞ മാതിരി തന്നെ ഞാൻ ആനീസ് മഞ്ജു. ഞാൻ മോൺട്രിയലിൽ 25 years ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാനൊരു ഡിജിറ്റൽ ബിസിനസ് മെൻറ്റർ കൂടിയാണ്. സോ യാ, ഞങ്ങൾ ഭയങ്കര എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഐ മീൻ എല്ലാവരും ഒരുമിച്ചാണെങ്കിലും ഇൻഡിവിജ്വൽ ബിസിനസ് ഓണേഴ്സാണ്. വി ആർ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സോ നൈസ്. Yeah, go ahead, Vinita. Thank you. Oh, we have a viewer, Chinchu. Yeah. Hi, Chinchu. ഹായ് ചിഞ്ചു. Yeah. യാ സോ മഞ്ജുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, മഞ്ജു തന്നെ പറയും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മഞ്ജുവിൻ്റെ സ്റ്റോറിയാണ്. സോ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ പോകുന്നത് മഞ്ജുവിൻ്റെ സ്റ്റോറി തന്നെയാണ്. ലൈക്ക് എങ്ങനെയാണ് മഞ്ജു ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത്? യെസ്. യാ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷമായി ഈ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കോർപ്പറേറ്റ് ജോബാണ്, പേ ചെക്ക് ടു പേ ചെക്ക് ലൈഫായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് അന്ന് ഞാൻ വന്നപ്പോൾ എനിക്കൊരു എൽഡർലി മാം ഉണ്ടായിരുന്നു, മദർ ഇൻ ലോ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ എൻ്റെ മോളും കുഞ്ഞായിരുന്നു. അപ്പോൾ ഐ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദം. അപ്പം ഓൾറെഡി 9 to 5 നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് നെക്സ്റ്റ് ഒരെണ്ണം പോകാൻ ഐ ക്യാൻ നോട്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണെന്നും എന്താണെന്നും. അന്ന് ഞാൻ ഈ ബിസിനസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിഷമിച്ചിരുന്ന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ കാണുകയും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കൊള്ളാമല്ലോ, ജസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ ജമ്പിൻ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്, നമ്മൾക്ക് ഞാൻ വിചാരിച്ചാലും അമേസിങ് ആയിട്ടുള്ളൊരു ബിസിനസ്. എപ്പോൾ വേണേലും എവിടെ വേണേലും ഇരുന്ന് നമുക്ക് ചെയ്യാം. ഒരു ഫോണോ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു വൈഫൈ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നിരുന്നിട്ട് എനിക്ക് കിട്ടുന്ന പോക്കറ്റ്സ് ഓഫ് ടൈമിലും വീട്ടിൽ വന്നിരുന്നിട്ടും വീക്കെൻഡിലും ഒക്കെ എനിക്ക് ചെയ്യാവുന്നത്. സോ അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്തത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഫിനാൻഷ്യൽ ഫ്രീഡം, പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി കിട്ടിയ ഗ്രോത്ത്, പിന്നെ എനിക്ക് ഫാമിലിയുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് നൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കാണുന്നതൊക്കെ തന്നെ വളരെ കുറച്ച് ടൈമുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ടൈം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതും. ഇപ്പം ഞാൻ വളരെ സന്തോഷവതിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടും. നല്ലൊരു കമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട്. വി ആർ സോ ഹാപ്പി ടു ബി അറൗണ്ട് ഇൻ ദിസ് ബിസിനസ്. ആൻഡ് ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ വന്ന് അതെനിക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മഞ്ജുവിന്റെ മനസ്സിലാവും. ഫേസിൽ നിന്ന് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഓഫ് ഹാപ്പിനെസ്. കോഴ്സ്. ലൈക്ക് റിയലി ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. യെസ്. മെയിൻലി നമ്മൾ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ ആരും ഒറ്റയ്ക്കല്ല. യൂഷ്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ഫിഗർ ഔട്ട് ചെയ്യണം എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. സോ യാ, എനിക്ക് തോന്നുന്നു മഞ്ജുവിൻ്റെ ഒരു സെയിം സ്റ്റോറി തന്നെയാണ്. ലൈക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്കും. ഞാനും ഫുൾ ടൈം ആയിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും. ഞാനും ഈ ഒരു ഡെഡ് ലൈനും കുറേ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുക, വീക്കെൻഡ്സ് വർക്ക് ചെയ്യുക, അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയതും.
സോ മഞ്ജു ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നി കാണുമല്ലോ, ലൈക്ക് നമ്മൾ ബിസിനസ്സിൽ വന്നു, ആ, അത് കഴിഞ്ഞിട്ട് ആ, മുന്നോട്ട് പോയപ്പോൾ എന്താണ് മഞ്ജുവിനെ ഇൻസ്പയർ ചെയ്തത് ഈ ബിസിനസ്സിൽ? ഓ മൈ ഗോഡ്, അത് ചോദിച്ചു കഴിഞ്ഞാൽ സോ മച്ച് ഇൻസ്പയറിംഗ് തിങ് ഐ ഹാവ് ടു സേ ദാറ്റ് നെവർ ഗോൺ ടു സ്റ്റോപ്പ്. അത്രയധികം ഇൻസ്പിറേഷൻ നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റി ഈസ് അമേസിങ്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന പോസിറ്റിവിറ്റി നമ്മൾ വെച്ചാൽ എല്ലാവരും പരസ്പരം ഒരു കുശുമ്പോ ഇതൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒരേമാതിരി ഗ്രോ ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടി ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ഇപ്പം തന്നെയായാലും നമ്മൾ ഉള്ള ഗ്രൂപ്പായാലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു ഇത്. പിന്നെ എനിക്ക് കിട്ടിയ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ഗ്രോത്ത്, ഞാൻ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കുറേ അധികം ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ലേൺ ചെയ്യും. നമുക്ക് സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞു തരില്ല ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ. നമ്മളൊരു അഡൾട്ടായി കഴിയുമ്പോൾ, അതും എബ്രോഡ് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരാൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ തന്നെയായാലും ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ജേർണലിങ്, നമ്മൾ ബുക്ക് റീഡിങ്, ഞാനൊന്നും ബുക്ക് വായിക്കാത്ത ആളെയാണ്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൈൻഡ് സെറ്റ്, മൈ ഗോഡ്, നമ്മളൊക്കെ കുറേ പഴയ കാലഘട്ടത്തെ കുറേ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറേ എന്താ പറയുക കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത്തിരി ടൈം എടുക്കും. സോ അത് മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പലരും പറയുന്ന കാര്യമുണ്ട്. അത് നമ്മൾ കേട്ട് അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അത് വളരെ എന്താ പറയുക ഒരു സന്തോഷം തരുന്ന ഒന്നാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി വളരെ കുറവാണ് എല്ലായിടത്തും. കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും നമ്മൾ ഇതുണ്ട്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും നോക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും, പക്ഷേ ഇറ്റ്സ് നോട്ട് റിയൽ. നമ്മുടേത് അങ്ങനെയല്ല. ഇത് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടൊപ്പം നമ്മൾക്ക് ഹാപ്പിനെസ്സും നമ്മൾക്ക് ഗ്രോത്തും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ എല്ലാവരും വെറുതെ എൻ്റർടൈൻമെൻറ്റിന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത്. നമ്മൾ അങ്ങനെയല്ല. നമ്മുടേതെന്ന് വെച്ചാൽ നമ്മൾക്കൊരു purpose and we are earning the money from it and we are showing we are the real people, we can do it and you can too, and we are trying to help others too. So we have our coach over here. Yeah, Vinita. Hi Hi. Vinita. Yeah, so yeah, that's a beauty of this business, we love it. അത് ശരിയാണ്, മഞ്ജു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽ ബിസിനസ് ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാള് നന്നാവുന്നത് കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. സോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഞ്ജു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ എക്സൈറ്റഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ മഞ്ജുവിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും മൈൻഡ് സെറ്റ് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ? ഓഫ് കോഴ്സ്, സോ മച്ച് മൈൻഡ് സെറ്റ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എനിക്കും അറിയില്ല എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല. എന്ന് വെച്ചാൽ ഓൺലൈനിൽ ആയതുകൊണ്ട് നമ്മൾ വറിയാകും എന്താണ് എന്നുള്ളത്, നമുക്കൊരു പേടിയൊന്നും ഉണ്ടാവുമല്ലോ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മെൻറ്ററും കോച്ചും ഒക്കെ നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ്, അവരിലൊരു കോൺഫിഡൻസ് വരും, നമ്മൾക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ അതുകൂടാതെ നമ്മൾ ഇപ്പോഴത്തെ ഇതെല്ലാം ഓൺലൈനിൽ കാണുന്നതെല്ലാം സ്കാമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല, അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് അപ്പം നമ്മൾ റിസർച്ച് ചെയ്യണം. ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഇത് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലായി. അക്കൗണ്ടിങ് ഫീൽഡിലായി കഴിയുമ്പോൾ ടാക്സ് സബ്മിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്. അല്ലെങ്കിൽ നമുക്ക് കാനഡയിൽ T4 സ്ലിപ്പൊന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ് ഫോംസ് ഒന്നും. സോ അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അത് അപ്പം തന്നെ എനിക്ക് ഒരു 90% ഐ എം ഓക്കെ വിത്ത് ദിസ് ബിസിനസ്. പിന്നെ നമ്മൾ കുറച്ച് പഠിച്ചെടുക്കാനുണ്ട്. നമ്മൾ പഠിച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിൽ സ്മാർട്ടറായിട്ട്, നോട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ സ്മാർട്ടർ വേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ആവാമെന്ന് മനസ്സിലായി. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. കാരണം എനിക്ക് ഫുൾ ടൈം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം കുറച്ചേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൂടെ നമ്മൾ ഓർഗനൈസ് അല്ലാത്തതിൻ്റെ
പക്ഷേ മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഓർഗനൈസിങ്ങും പ്രോപ്പർ ലൈഫ് സ്റ്റൈലും എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഈസിയർ ഫോർ മീ ടു ഹാൻഡിൽ എവറിത്തിങ്. സോ Yeah. യാ അതൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ മെൻറ്റർഷിപ്പ്, ട്രെയിനിങ് ആൻഡ് അത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് തന്നെ, എനിക്ക് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഗ്രോ ചെയ്തു. അതാണ് എൻ്റെ മറ്റൊരു ബ്യൂട്ടി ഓഫ് ദിസ് ബിസിനസ്. നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ കുറവാകും. നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ നമ്മൾ തന്നെ ബിലീവ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ വരും. സോ ബട്ട് ദാറ്റ്സ് ഓൾസോ ചേഞ്ച്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, ഐ ഗോട്ട് ദ കോൺഫിഡൻസ് ആൻഡ് ഐ ഗ്രൂ ഫ്രം ദർ. യാ ആൻഡ് Yeah. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ ഇറ്റ് ഈസ് അമേസിങ്. വി ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി. ഇത് സെയിം ലൈക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ അത്രയൊന്നും യൂസ് ചെയ്യും, വല്ലപ്പോഴൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല ഇതിനെക്കുറിച്ച്, നമ്മൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് സോഷ്യൽ മീഡിയനെ കുറിച്ച് തന്നെ കുറച്ചും കൂടി ഒരു ഐഡിയയും കിട്ടി, കുറച്ചും കൂടി നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ലൈക്ക് ഇപ്പോൾ മഞ്ജുവിൻ്റെ അടുത്ത് വേറൊരു കാര്യം, ഇതൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് മഞ്ജു ജസ്റ്റ് മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു ബിസിനസ് സ്കാം ആണോ എന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ മഞ്ജുവിന് എന്താണ് പറയാനുള്ളത് ആസ് എൻ അക്കൗണ്ടന്റ്? ഇത് സ്കാമേ അല്ല. പിന്നെ അക്കൗണ്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാനത് പറയാനുള്ള ഫസ്റ്റ് തിങ്, നമ്മളൊരു രാജ്യത്ത് ഗവൺമെൻറ് ടാക്സ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് സ്കാം അല്ല എന്നാണ്. ഒരിക്കലും നമ്മുടെ കാനഡയിൽ അത് ഇല്ലീഗലാണ്. പക്ഷേ നമ്മൾ T4 സ്ലിപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ലെജിറ്റിമേറ്റ് വൺ. അതാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് വരാനായിട്ട് അട്രാക്റ്റ് ചെയ്തത് ഓൺലൈനിലാണെങ്കിലും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഷോപ്പ് ചെയ്യും ഓൺലൈനിൽ, നമ്മൾ കോഴ്സസ് ചെയ്യും, നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ആയാലും ഓൺലൈനിൽ രജിസ്ട്രേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം മാട്രിമോണിയൽ അത് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലി എന്ന് പറയുമ്പോൾ നോ, ദാറ്റ് ഈസ് എ സ്കാം. റൈറ്റ്? ആ ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും. അപ്പം ദാറ്റ് ഈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് അത്രേ അറിവുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കഴിവ് കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാതെ, അല്ലാതെ നമ്മൾ കാണുന്നതിനെല്ലാം ഇത് സ്കാമാണ്, ഇല്ലീഗലാണ് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്, അല്ലേ? അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യം പേടിയുണ്ടായിരുന്നു. എനിക്കും പലരും അയ്യോ ഇത് പറ്റില്ല, ഇത് ഓൺലൈനിലാണ് ചെയ്യരുത്, ഇത് സ്കാമാണ്, കണ്ടില്ലേ അത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ആദ്യ കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞു നോ 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 നോ, കമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂല, അതിനൊക്കെ കേരളത്തിലൊക്കെ നമ്മൾ സ്ട്രൈക്കൊക്കെ എടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വന്ന കാലത്തൊക്കെ കമ്പ്യൂട്ടറൊക്കെ, എൻ്റെയൊക്കെ കാലത്ത് കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഞാൻ കേട്ടേക്കണ കാര്യമാണ്. അപ്പോൾ എന്തിനും ഒരു നല്ലതും ചീത്ത എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതി അതാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മോർ പീപ്പിൾ കം ടു ദിസ് ബിസിനസ് ആൻഡ് എല്ലാവർക്കും ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് വളരെ കൂടിയതുകൊണ്ട് പലരും സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം എല്ലാവർക്കും വേണം എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇത് സ്കാം അല്ല എന്നുള്ള കാര്യം. പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് നേരത്തെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും, ലൈക്ക് ഓൺലൈൻ ഉള്ള സ്കാം ആണ്, പിന്നെ അവര് മാറ്റി ചിന്തിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. സോ ഇത് നമ്മൾ കുറച്ചും കൂടി ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ലൈക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ കുറിച്ച് അറിയാനുള്ള ടൈമുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് നമ്മുടെ കോച്ച് നമുക്കൊരു സൂം മീറ്റിംഗ് വരെ നമുക്ക് 1-on-1 കോച്ചിങ് തരുന്നുണ്ട്, സൂം മീറ്റിംഗ് ഉണ്ട്. സോ ഇതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി.
നമ്മുടെ ഡിസിഷനാണ്, നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ഇൻഫർമേഷനും തരും, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ വീഡിയോ ബേസ്ഡ് ആയിട്ട് നമ്മുടെ സമയത്ത്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സാവധാനം ഇരുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. ഏത് നോർമൽ ആൾക്കാർക്ക് ഒരു മൂവി കാണുന്ന മാതിരി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്കിതിന് ഇൻവെൻട്രിയുടെ ആവശ്യമില്ല, സെയിൽസ് കോട്ട മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ എന്താണ് ഫുൾ ട്രെയിനിങ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം ഇതിൽ നിന്ന് തരുന്നതാണ്, നമ്മൾ പഠിപ്പിച്ചു തരികയാണ്, നമ്മളെ പഠിപ്പിച്ച് ഗ്രോ ചെയ്യിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരിക്കലും സ്കാമായിട്ടുള്ളൊരു കാര്യങ്ങളും അങ്ങനെ നമ്മൾക്ക് ചെയ്തു തരില്ല. നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ നമുക്ക് നമുക്ക് തിരിച്ചൊരു എഫേർട്ട്, ഒരു ഗുഡ് തിങ് നമുക്ക് ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ. എനിക്ക് തോന്നുന്നു ഇതിലുള്ള എല്ലാവരും, ഇപ്പം മഞ്ജു ആണെങ്കിലും ഞാനാണെങ്കിലും ഫാമിലി ഉള്ളവരാണ്. സോ നമ്മളൊരു സ്കാമിൽ പെടേണ്ട ആവശ്യം നമുക്കില്ല, അത് അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളൊക്കെ പ്രൊഫഷണൽസ് ആണ്, നമുക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. നമുക്ക് ഒരു റിസ്ക്കും എടുത്ത് സ്കാമിൽ പോയി പെടേണ്ട ഒരു കാര്യമില്ലല്ലോ. ശരിയാ. സോ മഞ്ജു ഫുൾ ടൈം ആയിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ മോമാണ്. സോ ഇതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പിന്നെ ഈ ബിസിനസ്സും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സോ പിന്നെ ഈ ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അടുത്ത് മഞ്ജുവിന് എന്താണ് പറയാനുള്ളത്, ഇഫ് ദേ ആർ ലുക്കിംഗ് ഫോർ എ സൈഡ് ഹസൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ? ഓക്കെ, ഫസ്റ്റ് തിങ്, നമ്മൾ ഇപ്പോൾ പല ഷൂസും നമ്മൾ വെയർ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾക്ക് പ്രിയോറിറ്റൈസ് ചെയ്യണം. ലൈഫിൽ കാര്യങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടുന്ന പോക്കറ്റ്സ് ഓഫ് ടൈമിൽ ഞാൻ മോർണിംഗിൽ എനിക്ക് കുറച്ച് നേരം ഞാൻ ബിസിനസ്സിൽ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും, ഇമെയിലൊക്കെ നോക്കുക. പിന്നെ ഓട്ടോമേഷൻ ആയതുകൊണ്ട് നമ്മുടെ സിസ്റ്റം 80% ഓട്ടോമേറ്റഡ് ആയിട്ടാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ നമ്മൾ പലതും ഇപ്പോഴത്തെ ടെക്നോളജി ഡിജിറ്റൽ വൈസ് ആയതുകൊണ്ട് നമ്മൾ പലതും സേവ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് ഇപ്പോൾ ഒരു വരുന്ന ഇമെയിൽ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ മോർണിംഗിൽ കുറച്ച് നേരം പിന്നെ ഗ്രേറ്റ്ഫുൾനെസ്, മാനിഫെസ്റ്റിംഗ്, അങ്ങനെ ഇതൊക്കെ കുറച്ചൊക്കെ എൻ്റെ ടൈമിനനുസരിച്ച്. ഞാൻ ഫുൾ ടൈം ജോലിക്ക് പോകുന്ന ആളാണ്. എനിക്ക് ലോങ് കമ്മ്യൂട്ട് ഉണ്ട്, ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. സ്നോ ആണെങ്കിൽ അത് ചിലപ്പോൾ 2 hours വൺ ഡയറക്ഷൻ. അപ്പോൾ അത് ഞാൻ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യും. എനിക്ക് ആ സമയത്ത് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കും. ട്രെയിനിങ് സൈഡിൽ എന്തെങ്കിലും കേൾക്കാമെന്നുണ്ടെങ്കിൽ അത് കേട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ലേൺ ചെയ്യുകയും ചെയ്യും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിലത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മുമ്പ് ജോലി സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ മോർണിംഗിൽ കാറിൽ റിലാക്സ് ചെയ്തിരുന്നിട്ടേ ജോലിക്ക് കയറുള്ളൂ. ആ സമയത്തും കുറച്ച് എനിക്ക് പോസ്റ്റിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ലെവറേജ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡെയിലി പോസ്റ്റ് ഇടണം. അതായത് ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം, അതിനകത്ത് ആ സ്റ്റോറിൽ നമ്മൾ ചെല്ലുന്ന രീതിയിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ആ പോസ്റ്റ് നമ്മൾ റെഗുലറായിട്ട് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ എൻ്റെ ലഞ്ച് ടൈമിൽ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഈവനിങ്ങിൽ വന്ന് കഴിയുമ്പോഴും കുറച്ച് നേരം ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീക്കെൻഡിൽ ലോങ് ടൈം എനിക്ക് കിട്ടുന്നത് ഞാൻ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോക്കറ്റ്സ് ഓഫ് ടൈമിൽ ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇൻപുട്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമേഷൻ ആയതുകൊണ്ട് നമ്മൾക്കധികം ഇതിനകത്ത് ചെയ്യാനില്ല. നമ്മൾക്കൊരു ബിസിനസ് ഇട്ട് നമുക്കിങ്ങ് തന്നേക്കാണ്. നമ്മളത് ഒരു ബിസിനസ്സിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞ മാതിരി നമ്മളതൊന്ന് കുറച്ച് 20% നമ്മുടെ ഇൻപുട്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ബിസിനസ് നമ്മുടെ ബാക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ടൈം കണ്ടുപിടിക്കും, അല്ലേ? അതെ. പിന്നെ വിനീത ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ വിട്ടുപോയി. ഏതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബിസി പ്രൊഫഷണൽസിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ വിചാരിച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് ലൈഫിൽ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, യുവർ ഹാർട്ട് ഈസ് കോളിംഗ് ഫോർ എ ചേഞ്ച്, ജസ്റ്റ് ജോയിൻ ആൻഡ് ദെൻ യു ക്യാൻ ഡു ഇറ്റ്. അത് നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും.
അത് നമ്മളെല്ലാവർക്കും വി ഹാഡ് നമുക്കെല്ലാവരും ഒരു കഴിവുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. എസ്പെഷ്യലി വുമൺ. ഞാൻ ഈ നമ്മുടെ ബിസിനസ്സിൽ വന്ന കുറേ വുമൺസ്, മെന്നില്ല എന്നല്ല കേട്ടോ, വുമൺസ് വന്നു കഴിയുമ്പോൾ അവർ കുറേ ഇത്രയും നന്നായിട്ട് ബിസിനസ്സിൽ ചെയ്യണ കാണുമ്പോണ്ടല്ലോ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ നോട്ട് വി ക്യാൻ ഡു ഇറ്റ് ടു. സോ ഞാൻ അത് തന്നെ നിങ്ങളോട്, ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് എനിബഡി ക്യാൻ ഡു ഇറ്റ് ടു. നമ്മൾക്ക് Yeah. ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതിനകത്ത് ഞാൻ വേറൊരു കോട്ട് ഇങ്ങോട്ട് ചെയ്യണം. എൻ്റെ മദർ ഇൻ ലോ മരിച്ചുപോയി, പക്ഷെ പുള്ളിക്കാരി ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ അന്ന് കാലത്ത് പറഞ്ഞതാണ്, ഇഫ് വൺ പേഴ്സൺ ക്യാൻ ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് ടു. സോ അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും Wow. പറയാനുള്ളത്. യാ, ദാറ്റ്സ് ഇറ്റ്. Oh, that's so inspiring, Manju. എനിക്ക് തോന്നുന്നു മഞ്ജുവിന്റെ ഈ ഒരു മോം ഡ്യൂട്ടീസ്, കമ്മ്യൂട്ട്, വർക്ക് എല്ലാം കൂടി വെച്ചിട്ട് മഞ്ജുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. ഓഫ് ദാറ്റ്സ് ട്രൂ. കോഴ്സ്. യാ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇവൻ 60+ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്, ലൈക്ക് റിട്ടയർഡ് ആയിട്ട് യെസ്. ആൾക്കാർ ചെയ്യുന്നുണ്ട്. സോ ഇതിനൊരു ഏജ് എനിക്ക് തോന്നുന്നു 18+ ആയിരിക്കണം. യാ, അല്ലാണ്ട് നമുക്കിപ്പോൾ എത്ര വയസ്സാണെങ്കിലും കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ യെസ്. താങ്ക് യു സോ മച്ച്, മഞ്ജു. താങ്ക് യു യാ, ഫോർ കമ്മിങ്, ഫോർ ഷെയറിങ് ഓക്കെ. യുവർ സ്റ്റോറി ആൻഡ് ആൻസറിങ് some of the frequent questions. So I യെസ്. truly appreciate for coming. So if you താങ്ക് യു. guys ever thought about starting a side hustle or a business, this is one of the best platforms to check out. So യെസ്. if you want to know more about it, you can reach out to me or Manju. So that's the end of the interview. We'll see you again next time. താങ്ക് യു വിനീത. താങ്ക് യു എവ്രി വൺ.